ഹലോ എവ്രി വൺ. ഇന്നത്തെ വാട്ടായി 8 കണ്ടാലോ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. ബ്രഞ്ചാണ് കഴിച്ചത്. ഉച്ചയായപ്പോൾ ഉറക്കം എണീറ്റ് ഞാൻ നേരെ ഒരു ആന്ധ്ര മീൽസ് കഴിക്കാൻ നാഗാർജുന റെസ്റ്റോറൻറ്റിലോട്ട് വിട്ടു. അവിടെ ഇലയിലാണ് മീൽസ് തരുന്നത്. അപ്പം ഇലയിട്ട് പപ്പടവും തോരനും പരിപ്പും ചമ്മന്തിയൊക്കെ. നമ്മുടെ നാട്ടിൽ ചോറ് വന്നു കഴിഞ്ഞാൽ പരിപ്പൊക്കെ തരിക, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആദ്യമേ പരിപ്പൊക്കെ വിളമ്പും, പിന്നെ ചോറ് വിളമ്പും. അപ്പം കുറേ നെയ്യ് ഒഴിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് നെയ്യും പരിപ്പും എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ്. ഇങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പരിപ്പും നെയ്യും ഉള്ള കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആൾക്കാർ. ഇത് ആന്ധ്ര ഗൺ പൗഡറാണ്, ഒരു ചമ്മന്തിപ്പൊടിയാണ്. അത് ഇവിടുത്തെ മെയിൻ സാധനമാണ്. പിന്നെ കൊണ്ടാട്ടമുളകും അച്ചാറും ഒക്കെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി അങ്ങോട്ട് പിടിച്ചു ഗായ്സ്. ഒരു രക്ഷയില്ലാത്ത പരിപ്പ് കറിയായിരുന്നു. ഇത് ദാലാണ്. ആന്ധ്രയിൽ പറഞ്ഞാൽ പപ്പു എന്നാന്ന് തോന്നുന്നു പറയുക ദാലിനവിടെ. അതൊരു ഇലയൊക്കെ ഇട്ടൊരു ദാലാണ്. ഈ ഇലയ്ക്കൊരു ചെറിയ പുളിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് ദാൽ കഴിക്കാൻ. നല്ല ചൂട് ചോറും ചൂട് ദാലൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ സാമ്പാർ കൂട്ടി കഴിച്ചു. അടിപൊളി സാമ്പാർ ഗൈസ്. ഇത് കർണാടകയിലൊരു മധുരമുള്ള സാമ്പാറല്ല, പക്ക ഒരു നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ സാമ്പാർ എന്നൊക്കെ പറയില്ലേ, രാവിലെ ദോശയ്ക്ക് കിട്ടുന്ന സാമ്പാർ. കൂടുതൽ കഷ്ണമൊന്നും ഇല്ലാതെ മുരിങ്ങയൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാമ്പാറായിരുന്നു. ഞാൻ ഇത്രയും നല്ല സാമ്പാർ വരെ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ രസം കൂട്ടി കഴിക്കാനായിട്ട് വിചാരിച്ചു. നല്ല രസമായിരുന്നു. നല്ല പുളിയും മല്ലിയിലയൊക്കെ ഇട്ട്. എനിക്ക് രസത്തിനകത്ത് മല്ലിയില ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മല്ലിയില ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല, എനിക്കിഷ്ടമാണ്. പിന്നെ സൈഡിൽ ചിക്കൻ ഉണ്ടായിരുന്നു. ഇത് ഗുണ്ടൂർ ചിക്കനാണ്. അതായത് ഭയങ്കര സ്പൈസി ചിക്കൻ കറിയാണ്. പക്ഷേ ചിക്കൻ കറിയുടെ ആവശ്യമേ ഇല്ലായിരുന്നു, കാരണം ഇത്രയും സൈഡ്സ് ഉള്ളതുകൊണ്ട് മീൽസിനകത്ത് കുറേ കറികളുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ്, പക്ഷേ ചിക്കനും അടിപൊളിയായിരുന്നു. പക്ഷേ അതിലും സൂപ്പർ ഈ മീൽസിൻ്റെ കറി തന്നെയായിരുന്നു ഗൈസ്. പിന്നെ നല്ല കട്ടത്തൈരുണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടത്തൈര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടത്തൈരും ഉപ്പും അച്ചാറും കൂട്ടി ചോറ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പച്ചമോരും കുടിച്ചു. പിന്നെ ഞാൻ പായസം കൂടെ കഴിച്ചു ഗായ്സ്. അടിപൊളി പായസം. അതായത് പരിപ്പും സേമിയൊക്കെ ഇട്ട പായസം. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ നേരെ ലുലു മോളിലോട്ട് ഇട്ടു. അവിടെ ചെന്ന് ഞാനൊരു മാംഗോ ഡോണറ്റും പിന്നെ ടിരാമിസു പേസ്ട്രി. ടിരാമിസു എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് ഗായ്സ്. അടിപൊളി സാധനമാണ് ടിരാമിസു. നല്ല മധുരമായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ മാംഗോ ബണ്ണില്ലേ, ഇത് നല്ല ഒരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു മുട്ട ബജിയും കൂടെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നപ്പം ഞാനൊരു ഷവർമയും കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ബൈ.